വേണ്ടതും വേണ്ടാത്തതും മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിനോട് വേണ്ടതാണെങ്കിൽ പറയും, വേണ്ടാത്തതാണെങ്കിൽ പറയില്ല. നമ്മുടെ ടോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ നമ്മൾ ഈ സമൂഹത്തിൽ നിങ്ങൾ പത്രമൊക്കെ എടുത്ത് നോക്കൂ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അരിസ്റ്റോട്ടലിനെ കുറിച്ചൊരു ഇതുമായിട്ട് റിപ്പോർട്ടുമായിട്ട് വേറൊരു ശിഷ്യൻ പ്ലേറ്റോയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അരിസ്റ്റോട്ടലിൻ്റെ സ്വഭാവങ്ങളൊന്നും ശരിയില്ല. എന്തോ ഇങ്ങോട്ട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്ലേറ്റോ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് നീ പറഞ്ഞാൽ മതിയെന്ന്. അതിലൊന്നാമത്തെ കാര്യം, നീ പറയുന്ന കാര്യം പരിപൂർണമായി സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? 100% അതാണ് സത്യം നിനക്ക് ഉറപ്പുണ്ടോ ചോദിച്ചു. പറഞ്ഞു 100% സത്യമാണെന്നുള്ള എനിക്ക് ഉറപ്പില്ല. ഓക്കെ, പറയാൻ പോകുന്ന കാര്യം സത്യമാണെന്നുള്ള ഉറപ്പില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? കേട്ടതുകൊണ്ട്. പറഞ്ഞു അങ്ങേക്ക് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപൂർണ പ്രയോജനമൊന്നും അങ്ങേക്കില്ല, അങ്ങേക്ക് വിഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരി, ഇനി പറഞ്ഞതുകൊണ്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? അപ്പോഴും എനിക്കും വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാ പറയണ്ടെന്ന് പറഞ്ഞു. പറയുന്ന കാര്യം സത്യമാണെന്ന് ഉറപ്പില്ല, കേൾക്കുന്ന ആൾക്കും പ്രയോജനമില്ല, പറയുന്ന ആൾക്കും പ്രയോജനമില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്നും മാറ്റിവെക്കണം. നമ്മൾ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലല്ലോ, അടുത്ത വീട്ടിലെ ആളുകളുടെ പ്രശ്നം, ഈ വീട്ടിലെ ആളുകളുടെ പ്രശ്നം, അനാവശ്യമായിട്ട് സമയം കളയാം. ഇന്നിപ്പോൾ ഏതായാലും അതൊന്നും സമയം കളയാൻ സമയമില്ല, ആർക്കും കേൾക്കാൻ സമയമില്ല. പണ്ട് കാലത്ത് ഇതൊക്കെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു, അന്നായിരുന്നു ഇത് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആത്മശൗചേന ഗൗരവേന ധമേന ശുശ്രൂഷയ, ഭർത്താവിനെ നല്ലവണ്ണം എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഭർത്താവ് പെൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുക 3 കാര്യങ്ങളാണ്. 1 സ്വഭാവം, 2 ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ നന്നായി വൃത്തിയോട് കൂടിയിട്ട് ഭക്ഷണം വെക്കുക. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക, ഒരു എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാര്യയെ തീരുക. ഇതൊക്കെ സാധിച്ചു കഴിഞ്ഞാലല്ലോ ആ ഭർത്താവ് ഒരിക്കലും വഴിതെറ്റി പോവില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് സമൂഹത്തിൽ നമ്മൾ വിദ്യാഭ്യാസം കൂടുന്തോറും കാണുന്നത് പലപ്പോഴും പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കില്ല, ആഹാരാദികൾ വെക്കാനുള്ള കഴിവില്ല, ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടവളാണ്, എൻ്റർടൈൻ ചെയ്യേണ്ടവളാണ് ഞാനെന്ന ബോധമില്ല. അതൊക്കെ വരുമ്പോണ്ടല്ലോ ഇതൊരു വിവാഹ ബന്ധമായി മാറില്ല. ഇത് ശരീരങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമാവും, അവിടെ എന്തുണ്ടാവില്ല? മനസ്സ് തമ്മിൽ അടുക്കില്ല. അതുകൊണ്ട് കിടപ്പറയിൽ അവർ ഒരുമിച്ച് ശരീരം കൊണ്ട് കടന്നാലും മനസ്സുകൊണ്ട് രണ്ടുപേരും ധ്രുവങ്ങളിലായിത്തീരും. ഇതൊക്കെ അച്ഛനമ്മമാർ വളർത്തിയെടുക്കേണ്ടതാണ്. കുട്ടികളെ, പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പം തന്നെ അവർ മറ്റൊരാളോട് പെരുമാറുന്നതിൽ വേണ്ടത്ര ഒരു പ്രസന്നത കാണിക്കുന്നുണ്ടോ? അവർ ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമോ? അവരുണ്ടാക്കിയത് മറ്റുള്ളവർക്ക് കഴിക്കാൻ തോന്നുമോ? അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ ഓരോ അനുഭവങ്ങളാണ്, വെറുതെ നിങ്ങളോട് പറയല്ല. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുന്നത് വേണ്ട രീതിയിലല്ലെങ്കിൽ അവരുടെ ജീവിതം, നിങ്ങൾ വിചാരിക്കരുത് കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളത്. നാളെ ഇത് ദുരന്തത്തിലേക്ക് കലാശിക്കും. അവർ തമ്മിൽ തെറ്റി അയാൾ വേറൊരുത്തൻ്റെ കൂടെ പോകും, അവസാനം അമേരിക്കയുടെ ജീവിതം പോലെയാവും. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ. ശുശ്രൂഷയ സൗഹൃദേന വാചാ മധുരയ, വാക്കുകൾ എങ്ങനെയായിരിക്കണം? മധുരയ എന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ടിട്ട് വർത്തമാനം പറയണമെന്നാണോ? അല്ല, അങ്ങനെയല്ല. എന്ത് പറയുമ്പോഴും ഒരു സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ, ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വരാതിരിക്കുക. ഈവൻ ദേഷ്യപ്പെടുന്നത് പോലെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു രസകരമായൊരു ജീവിതം, അതിനൊരു ലൈഫ് ഉണ്ടായിരിക്കണം. എവിടെ സന്തോഷമുണ്ടോ അവിടെ ലൈഫുണ്ട്. എവിടെ എപ്പോഴും മുരടിപ്പും എപ്പോഴും ഈ വിഷമം പറയലും ദുഃഖം പറയലും അതൊക്കെയാണോ, ആ ജീവിതം ഉണ്ടല്ലോ മുരടിച്ചതിന് തുല്യമാണ്. ഒരു ചിരിച്ച് കളിച്ച് ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കണം. അതാണ് എന്നെ സംബന്ധിച്ച് ജീവിതം. കാരണം കുറച്ചു കാലേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ആ കാലത്തെങ്കിലും നമ്മൾ ചിരിച്ച് കളിച്ച് ജീവിച്ചില്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ചിരിക്കാൻ പോണത്? ആളുകൾ ഇന്ന് ചിരിക്കാൻ വേണ്ടി ഒരു ക്ലബിൽ പോവുകയാണ് റിട്ടയർമെന്റിന് ശേഷം. ജീവിതം എന്ന് പറയുന്നത് ഒരു കൃത്രിമത്വമല്ല, ഒരു ലൈഫ് കൊടുക്കണം നമ്മൾ. അപ്പം അതിന് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ തമാശയായിട്ട്, കാര്യങ്ങളൊക്കെ ലൈറ്റായി അങ്ങനെ കണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ അങ്ങോട്ട് കുറയ്ക്കണം. എത്ര നിങ്ങൾ സീരിയസ് ആവുന്നോ അത്ര നിങ്ങളുടെ മനസ്സൊരു ബോംബാണ്. എത്ര നിങ്ങൾ തമാശയായിട്ട് എടുക്കുന്നോ അത്ര നിങ്ങളുടെ മനസ്സ് ലൈറ്റാണ്, ഭാരമില്ലാത്തതാണ്. നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും സാധിക്കും. തമാശയിലൂടെ നിങ്ങൾക്ക് സാധിക്കരുത്. നിങ്ങൾക്ക് സീരിയസ് ആയാലുണ്ടല്ലോ അതൊരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് എന്ത് പറയുന്നു? മധുരയാ, ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം? ഒരു മാധുര്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി. ലൈഫിന് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടാവണം.
ഈ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തലയിലേറ്റിക്കൊണ്ട് രാവിലെ തന്നെ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കും. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇഡ്ഡലിയോ സാമ്പാറോ പുട്ടോ? എന്തെങ്കിലും നീ ഒന്ന് ഉണ്ടാക്കടിയെന്ന്. അല്ല, നിങ്ങളുടെ അഭിപ്രായം അങ്ങോട്ട് അറിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ അയാളുടെ പകുതി അഭിപ്രായം പോയി. ഒരു രസം വേണ്ട അതിന്, ഒരു മാറ്റം വരുത്തും നിങ്ങളതൊക്കെ. ഞാൻ നിങ്ങളെ ഇതാക്കല്ല, സത്യമാണ് ഈ പറയുന്നതൊക്കെ. നമ്മൾ ഓരോ വീടുകളിലൊക്കെ താമസിക്കുമ്പോഴല്ലോ, അത് ചിലരൊക്കെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന അവരെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ചിലരിത് വളരെ സീരിയസ് ആയിട്ടൊക്കെയാണ് ജീവിതം കൊണ്ടു നടക്കുമ്പോൾ, എന്താ ഈ കഴിക്കണ സാധനം ദിവസം കഴിക്കണത്? ഇന്ന് ഇഡ്ഡലി നാളെ ഉപ്പുമാവ്, എന്തായാലും ഇതൊക്കെ അരിയോ ഗോതമ്പോ ആണ് സാധനം, വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ശരി, സന്തോഷമായിട്ട് കഴിക്കണോ സ്വീകരിക്കണോ, ആടിപ്പാടി പോകുന്നു. പിന്നീട് പറയുന്നു വിസൃജ്യകാമം, അതായത് തൻ്റെ കാമങ്ങളൊക്കെ വിസൃജ്യ. ഭർത്താവിൽ നിന്ന് ഒന്നും പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചില്ല. ആര്? ദേവഹൂതി. നോക്കണേ, ഇന്നത്തെ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക്. പ്രതീക്ഷകളില്ലാതെ അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കല്യാണം കഴിച്ചാൽ തന്നെ പറയാം നമുക്ക് ഷോപ്പിങ്ങിന് പോവാ ചേട്ടാന്നാണ്. അപ്പോഴേ തുടങ്ങി ഷോപ്പിംഗ്. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പിംഗ് തുടങ്ങുന്ന കാലത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ തന്നെ ആദ്യം ഹണിമൂണിനാണ് പോകുന്നത്. എന്തിനാ ഹണിമൂൺ? ഷോപ്പിങ്ങിന് പോവുകയാണ്. ഒക്കെ വേണം, ശരിയാണ്, വേണം, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ പ്രതീക്ഷകൾ കൂടുന്തോറും പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ജീവിതത്തിന്റെ രസം ഇല്ലാതെ ക്രമേണ 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 ഇല്ലാതെ മാറും. അപ്പൊ വിസൃജ്യകാമം, എന്ത് കിട്ടിയാലും സന്തോഷം. ദേഷം, ലോഭമഖം എല്ലാം ആ കുട്ടി വിസൃജ്യ വിട്ടു. ഭർത്താവിനെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചു. എന്നിട്ടോ അപ്രമത്ത യഥാ നിത്യം തേജീയാം സമദോഷയൽ, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭാര്യയെ പരിചരിച്ചു പറയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുണ്ടല്ലോ ഓരോ വീടുകളിലൊക്കെ നോക്കൂ നിങ്ങൾ, ധാരാളം ലക്ഷക്കണക്കിന് പണവും ചെലവഴിച്ച് അങ്ങനെ കുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് കുറേ പണം മാത്രം, കുറേ ആഭരണങ്ങളും കൊടുത്ത് വിടുന്നതല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് അവരെ കഴിവുള്ളവരാക്കി, ബോധമുള്ളവരാക്കി, അവരെ വിവേകികളാക്കി മാറ്റിക്കൊണ്ട് വേണം പറഞ്ഞയക്കാൻ. എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ് എൻ്റെ കടമകൾ, ഏതൊക്കെ രീതിയിൽ ഞാൻ താഴണം, എവിടെയൊക്കെ ഞാൻ ഉയരണം, ഈ ബോധങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് വിവാഹ ജീവിതം നയിക്കുന്നതെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഇണചേർന്ന് ഇടപഴകി പോവാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ സ്വഭാവങ്ങളൊന്നും അറിയില്ല. ക്രമേണ ക്രമേണ അടുക്കും തോറും സ്വഭാവങ്ങളൊക്കെ അറിയാൻ തുടങ്ങും. സ്വഭാവങ്ങൾ അറിയും തോറും പണ്ട് കാലത്തുള്ള ആളുകളെ പോലെ ഇന്നുള്ള കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ അറിവും കഴിവൊക്കെ അവർക്ക് തോന്നും, ഞാൻ എന്തിനാ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എന്തിനാ താഴുന്നത്, ഞാൻ മാത്രമല്ലല്ലോ ഇവർക്കുണ്ടല്ലോ ഉത്തരവാദിത്വം. ഇന്നത്തെ കാലത്താണെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം കൂടുതലാണ്, പുരുഷനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് കടമകളേക്കാൾ ഉപരി പ്രതീക്ഷകൾ കൂടും. കടമകളേക്കാൾ ഉപരി പ്രതീക്ഷകൾ കൂടുന്ന സമയത്ത് മനസ്സടുക്കുന്നതിന് പകരം മനസ്സ് അകലും. കുടുംബജീവിതം തകരാറിലാവും. ഇന്ന് അതുകൊണ്ടായിരിക്കാം ഒരുവിധം അച്ഛനമ്മമാരെ എത്രയോ ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത്, എത്രയോ ലക്ഷക്കണക്കിന് ആഭരണങ്ങളൊക്കെ വിട്ടുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേഗം ശിഥിലമാകുന്നു കുടുംബ ബന്ധങ്ങൾ, കാണുന്നില്ലേ? അപ്പോൾ ഇവിടെയൊക്കെയാണ് ഭാഗവതാദികൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ കൊടുത്തോളൂ, കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. കാരണം എന്നപ്പോൾ അങ്ങനെ ആയിരിക്കണം. ഇനിയിപ്പോൾ എന്നാവോ നെറ്റിപ്പട്ടം കിട്ടിയിട്ട് പെൺകുട്ടി വരിക എന്നുള്ളതാണ്. ഏറെക്കുറെ അവസ്ഥയിൽ എത്തിച്ചു കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാതെ കല്യാണം നടക്കില്ല എന്നുള്ള അവസ്ഥ വന്നു. കാരണം ജ്വല്ലറിക്കാരും ജ്യോത്സ്യന്മാരും ആ കോലത്തിൽ എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതൊക്കെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞൊക്കെ മാറും, പോട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഏതിന് പ്രാധാന്യം കൊടുക്കണം? പെരുമാറ്റം, കഴിവ്, തൻ്റെ ഡ്യൂട്ടി, കടമ. പെരുമാറ്റം എന്നത് മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം. തൻ്റെ കഴിവെന്ന് പറയുന്നത് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് മറ്റ് സാധനങ്ങളോ ഭക്ഷണാദികളോ എന്തും വീട് കൊണ്ട് നടക്കുന്നതിലൊക്കെ ഞാൻ എൻ്റെ കഴിവ് കാണിക്കണം. അതുപോലെ എൻ്റെ കടമ, ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ കടമകളാണ് എന്നിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ടത്, ഈ ബോധമൊക്കെ ആർക്കുണ്ടാവണം? ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവണം. ഇതൊക്കെ ആർക്കുണ്ടായിരുന്നു? ദേവഹൂതിക്ക്. നോക്കൂ, ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം നോക്കൂ. അതുകൊണ്ടോ കാലേന, കാലം കൊണ്ട് ആ പെൺകുട്ടി ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ്. ഇതാണ് ഈ ഭർത്താവിനെ സേവിക്കുന്ന ഈ വ്രതത്തിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ എന്ത് വിളിച്ചെന്നറിയോ? പാതിവൃത്യധർമ്മം എന്ന്. എന്താണ്? ഭർത്താവിൻ്റെ സുഖം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു സംസ്കാരം. ഇവിടെ ഭർത്താവ് എന്ന് പറയുമ്പോഴല്ലോ
സാധാരണ ഭർത്താവല്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഭഗവത് വിചാരത്തിലാണ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അപ്പൊ ഇവർ ഈ കാമജീവിതമൊന്നും നയിച്ചിട്ടില്ല, ലൈംഗികമായിട്ടുള്ള സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഭർത്താവ് കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ പത്നിയെ കാണുമ്പോൾ പാവം എല്ലും തോലുമായിരിക്കണു എന്ന് മാത്രമല്ല, ഒരു കീറിപ്പൊളിഞ്ഞ സാരി ഉടുത്തിട്ടുണ്ട്. അവളുടെ സുഖങ്ങളൊന്നും അവൾ നോക്കുന്നില്ല. വളരെ വിഷമം തോന്നി. ആ ദേവിയെ കൈകൂപ്പിക്കൊണ്ട് തൊഴുതുകൊണ്ട് പറയാണ്, ഭാര്യയെ കൈകൂപ്പുകയാണ് ഭർത്താവ്. തുഷ്ടോഹമദ്യതവമാന വിമാനധായാം ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്ത്യാ യോ ദേഹിനാമയദീവ സുഖൽ സ്വദേഹോ നാവേക്ഷിത സമുചിത ക്ഷപിതും മദത്തേ. എനിക്ക് വേണ്ടി ദേവി ഈ ശരീരത്തെ ക്ഷയിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയ, എന്നെ എത്ര ദേവി ശുശ്രൂഷ ചെയ്തു, എന്നെ സേവനം ചെയ്തു. എന്നിട്ട് ദേവിയുടെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദേവി ഉണ്ടല്ലോ, ദേഹത്തെ പോലും മറന്നുകൊണ്ട് എന്നോട് ആദരവ് കാണിച്ചു. അതുകൊണ്ട് ദേവി, ഞാൻ ചെയ്തിരിക്കുന്ന തപസ്സിന്റെ ശക്തി അത് ഞാൻ ദേവിക്ക് കൂടി തരികയാണ്. ദേവിക്ക് എന്താ മോഹം എന്ന് വെച്ചാൽ ദേവി ചോദിച്ചോളൂ. ഏമേ സ്വധർമ്മനിരസ്യ തപസ്സമാധി വിദ്യാത്മയോഗ വിജിതാ ഭഗവത് പ്രസാദ താനേവതേ മദനസേവനയാ വരുദ്ധൻ ദൃഷ്ടിം പ്രവിശ്യ വിതരാമി അയഭയാന അശോകൻ. ദേവിക്ക് ഞാൻ എൻ്റെ ഈ തപസ്സിൻ്റെയൊക്കെ ശക്തി തന്ന് ദേവിയുടെ എല്ലാ ശോകങ്ങളെയും ദുഃഖങ്ങളെയും ഞാൻ മാറ്റിത്തരാം. ചോദിക്കൂ, എന്താ ദേവിക്ക് മോഹം, ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദേവി പറയാണ്, ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിൽ നിന്ന് എന്താ പ്രതീക്ഷ ഉണ്ടാവുക? സൽസന്താനങ്ങൾ ഉണ്ടാവണം എന്നല്ലേ? അതുകൊണ്ട് എനിക്ക് സൽസന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതും കർദമൻ വിചാരിച്ചു, ഇനി തപസ്സൊക്കെ നിർത്തിവെക്കാം, നമുക്ക് ആദ്യം ഒന്ന് ഹണിമൂൺ ആഘോഷിക്കാം. അങ്ങനെ ആദ്യമായി ഹണിമൂണിന് പോയ ഒരു ആളായിരുന്നു. ഭാഗവതത്തിലാണ് ഹണിമൂണൊക്കെ തുടങ്ങുന്നത്. അതെങ്ങനെയാണ് പോകുന്നത്? അതേ സങ്കല്പം കൊണ്ടൊരു വിമാനം ഉണ്ടാക്കിയെന്നാണ്. അതും എങ്ങനെയുള്ള വിമാനം? ഉപരി വ്യന്യസ്ത നിലയേഷു, പല തട്ടുകളുള്ള വിമാനം. ഇന്ന് ലോകത്തിൽ വന്നിട്ടില്ലല്ലോ. രണ്ടാമത്തെ തട്ടുള്ള വിമാനം വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു തട്ടന്നെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകണ്ട അവര്. ഇത് 2 തട്ടുള്ള വിമാനം, 2 അധികം തട്ട്. അതൊക്കെയാണെങ്കിലോ മുഴുവൻ രത്നങ്ങളെ കൊണ്ട് നിർമ്മിതമായി. അതിൻ്റെ അകത്തോ ബെഡ്റൂമുണ്ട്, കിച്ചൺ ഉണ്ട്, ഡൈനിങ് ഹാളുണ്ട്. ഞാൻ വിസ്തരിക്കുന്നില്ല, കുറെ അധികം പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. വ്യാസഭഗവാൻ ഒരു 10-20 ശ്ലോകം തന്നെ അതിനു വേണ്ടി ചെലവഴിച്ചിരിക്കണം. എന്നിട്ടോ ഈ വീട് വളരെ ഗംഭീരമായ വിമാനമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ദേവിയോട് പറഞ്ഞു, ദേവി, ഇനി ദേവി ഒരു കാര്യം ചെയ്യൂ, ഒരു സരസ് കാണിച്ചു കൊടുത്തു. അതിൻ്റെ പേര് ബിന്ദു സരസ് എന്നാണ്. അവിടെ പോയിട്ടൊന്ന് മുങ്ങിക്കുളിക്കൂ ദേവിയെന്ന്. അങ്ങനെ ദേവി ഭർത്താവ് പറഞ്ഞ പ്രകാരം ആ ബിന്ദു സരസിൽ പോയി മുങ്ങിക്കുളിച്ചതും ഒരു അത്ഭുതമുണ്ടായി എന്നാണ്. എന്താ അത്ഭുതം എന്നറിയോ? പണ്ട് അച്ഛൻ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്തുള്ള സൗന്ദര്യം, ആരോഗ്യം വീണ്ടും കിട്ടിയതാണ്. വേദവ്യാസ മഹർഷി ആ സരസ് എവിടെയാന്ന് എഴുതി വച്ചില്ല. അല്ലെങ്കിൽ ചിലരൊക്കെ ഭാഗവതം വായിക്കുമ്പോണ്ടല്ലോ ആ സരസ് ഒന്ന് കണ്ടെത്തിയിട്ട് കാര്യം അങ്ങോട്ട് തീരുമാനിക്കും. വേദവ്യാസ മഹർഷിക്ക് അറിയാം ഭാഗവതം ചിലപ്പോൾ മുഴുവൻ എത്തിക്കില്ല അവരെന്ന്. അതുകൊണ്ട് അദ്ദേഹം മനപൂർവ്വം അത് എവിടെയാന്ന് എഴുതി വെച്ചില്ല. ദേവിയുടെ കൂടെ ദേവിയെ സ്വീകരിക്കാനായിട്ട് കുറേ കന്യകമാര് നല്ല വസ്ത്രങ്ങളും കാഞ്ചനകളും ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടുള്ള പെൺകുട്ടികൾ ദേവിയും അതീവ സുന്ദരിയായിക്കൊണ്ട് ദേവിയോട് പറഞ്ഞു, കയറൂ വിമാനത്തിലേക്ക്. അത് കഴിഞ്ഞ് ഇദ്ദേഹമാണെങ്കിലോ തപസ് ചെയ്ത് എല്ലും തോലുവാണല്ലോ ഈ മനുഷ്യൻ. അപ്പൊ ദേവി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും, ഈ ചങ്ങാതിയുടെ കൂടെ ഇനി ജീവിതോ. അപ്പൊ ഇത് അദ്ദേഹത്തിന് മനസ്സിലായി, കർദമന് മനസ്സിലായി. ഉടനെ കർദമൻ എന്ത് ചെയ്തു? തൻ്റെ തപശക്തി കൊണ്ട് യൗവന രൂപം എടുത്തു എന്നാണ്. അങ്ങനെ അവര് അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണ്? പല പല ലോകങ്ങളിലും പോയി. അങ്ങനെ പോയി അവർക്ക് 9 കുട്ടികളുണ്ടായി. 9 പെൺകുട്ടികൾ. 9 പെൺകുട്ടികളായപ്പോൾ ഒരു ദിവസം കർദമ പ്രജാപതി പറഞ്ഞു, ദേവി, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ എൻ്റെ മനസ്സ് മതിയായിരിക്കണം. ഈ കാമമൊന്നും മനസ്സിനെ ഉയർത്തില്ല. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കാത്ത സുഖങ്ങളൊന്നുമില്ല. എല്ലാ സുഖങ്ങളും ദേവിയും അനുഭവിച്ചില്ലേ, ഞാനും അനുഭവിച്ചു ദേവി. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും എൻ്റെ മനസ്സ് ഉയർന്നിട്ടില്ല, ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഉയർന്ന മനസ്സ് കുറെ താഴ്ന്നു എന്നല്ലാതെ എനിക്ക് ഇനിയും അങ്ങോട്ട് ഉയരണം തന്നെയാണ് മോഹം. അതുകൊണ്ട് ദേവി, ഇനി എന്നെ പിടിച്ചു നിർത്തരുത് ദേവി, ഇനി എന്നെ വിടണം. ഇത് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ദേവഹൂതി പറയാണ്, എനിക്കൊരു അപേക്ഷയും കൂടിയുണ്ട്. സർവം തൽഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം അദാമിമേ പ്രപന്നായ അഭയം ദാതുമർഹസി ബ്രഹ്മൻ രുഹുവിദിവിത്തുഭ്യം
പ്രമഗ്യാപദയസമാം കശ്ചിൽസ്യാമേ വിശോകായ ത്വയി പ്രവ്രജിദേവനം. എനിക്കൊരു അപേക്ഷയുണ്ട്. 9 കന്യകമാര് അവർ വീട് നിറഞ്ഞു നിൽക്കുകയാണ്. അവരൊക്കെ യോഗ്യന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ ഏൽപ്പിക്കേണ്ടത് അച്ഛൻ്റെ ഒരു കടമയാണ്. അവിടുന്ന് ആ കടമ നിറവേറ്റണം. പിന്നെ എൻ്റെ ജീവിതം അഭയം ത്രാതുമർഹതി മേ പ്രപന്നായ, എൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ, എൻ്റെ ജീവിതത്തിന് ഒരു ഉറപ്പ്, ഒരു സുരക്ഷിതത്വം തരാൻ എനിക്കൊരു പുത്രനെ കൂടി തന്ന് അനുഗ്രഹിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പിതാവിൽ നിന്ന് ഭഗവാൻ തന്നെ പുത്രനായിട്ട് എനിക്ക് വരും എന്നുള്ളത്. അങ്ങയിൽ നിന്ന് ആ പുത്രനെ കൂടി സ്വീകരിക്കാൻ എന്നെ അനുവദിക്കണം, അനുഗ്രഹിക്കണം. ഇത് കേട്ടതും പിന്നീട് ആ ദേവിയോട് ചില വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പറഞ്ഞ് ത്രിതവ്രതാസി ഭദ്രം ദേ ധമനേ ദമേന നിയമേന ച തപോ ദ്രവിണദാനേശ ശ്രദ്ധയാ ച ഈശ്വരം ഭജ. ചില വ്രതങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ആ ദേവി കുറച്ചു കാലം കഴിഞ്ഞപ്പം വീണ്ടും ഗർഭിണിയായി തീർന്നു. ആ ഗർഭത്തിൽ നിന്നും പ്രകടമായ പുത്രനാണ് തസ്യാം ബഹുദിതേ കാലേ ഭഗവാൻ മധുസൂദനാം കാർദമം വീര്യമാപന്നോ യജ്ഞേന്ദിവധാരുണീ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ അങ്ങനെ ആ ദേവിയുടെ ഗർഭത്തിൽ നിന്നും കർദമന്റെ വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ പ്രകടമായി. അങ്ങനെ ഭഗവാന്റെ ആ പ്രകടമായ രൂപമാണ് കപിലാവതാരം എന്ന് പറയുന്നത്. ഭാഗവതത്തിലെ 2ാമത്തെ അവതാരമായി അവതരിപ്പിച്ചിരിക്കുന്നത് കപിലാവതാരമാണ്.